MLA കാണുന്നത് ജാഥ വരുമ്പോഴല്ലേ കാണുന്നത്. അതിന് മുമ്പ് കാണലില്ല. ജാഥ ആക്കണം. ഇപ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവം ഇങ്ങനെ തന്നെ. ആർക്ക് ബുദ്ധിമുട്ടാൻ പാടില്ല. അത് എനക്കൊന്നും അറിയില്ല. ഞാനിത് എൻ്റെ പണിയെടുത്ത് ഞാൻ പോകുന്നത്. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കെ രാഷ്ട്രീയ ജാഥകളുടെ തുടക്കം വരികയാണ്. ഇന്നിപ്പോൾ LDFിൻ്റെ ജാഥ MP ഗോവിന്ദൻ നയിക്കുന്ന ജാഥയുടെ തുടക്കമാണ്. അടുത്ത ദിവസങ്ങളിലായി പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന UDFിൻ്റെ ജാഥയും തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ജാഥകളുടെ തുടക്കമോ അല്ലെങ്കിൽ അവസാനമോ ശരിക്കും കാസർഗോഡാണ്. കാസർഗോഡിൻ്റെ അതിർത്തി മഞ്ചേശ്വരം മണ്ഡലത്തിലാണ് തുടങ്ങുക. അപ്പോൾ ഇതിനെ ശരിക്കും കാസർഗോഡ് ജനങ്ങൾ എങ്ങനെ കാണുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഷെഫീഖിനെ സ്വന്തമാണപ്പോൾ ഉണ്ട്. ഷെഫീഖ് എങ്ങനെ ഈ ജാഥകൾക്ക് വേണ്ടി എല്ലാവരും വരും ഇവിടെ അല്ലേ? അതിൻ്റേതൊരു ആൾക്കാർ ഇതിനെങ്ങനെ കാണുന്നു ശരിക്കും? തീർച്ചയായിട്ടും നമ്മുടെ ജാഥകൾ നേരത്തെ തുടങ്ങിയിരുന്നത് അതിർത്തി പ്രദേശത്ത് നിന്ന് തന്നെ മഞ്ചേശ്വരത്തു നിന്നായിരുന്നു. അത് പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ മഞ്ചേശ്വരത്തിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഉപ്പളയിൽ നിന്ന് ആരംഭിക്കാൻ തുടങ്ങി. ഇപ്പോൾ കുറച്ചും കൂടി കാസർഗോഡിനടുത്ത് കുമ്പളയിലേക്ക് യാത്രകൾ മാറി വരുന്നുണ്ട്. ആ സമയം മുതൽ ഈ യാത്ര തുടങ്ങിയ ഒരു സമയം മുതൽ കാസർഗോഡാണ് യാത്ര തുടങ്ങുന്ന ഒരു കേന്ദ്രം എങ്കിലും ഭരണങ്ങൾ മാറി മാറി വന്നാലും കാസർഗോഡ് ജനങ്ങളെ വേണ്ട രൂപത്തിൽ പരിഗണിക്കുന്നില്ല എന്നൊരു ആക്ഷേപം തുടക്കം മുതലേ ഉണ്ട്. ആരോഗ്യരംഗമായാലും വിദ്യാഭ്യാസ മേഖലയായാലും പശ്ചാത്തല വികസനമാണെങ്കിലും ഈ യാത്രകൾ കഴിഞ്ഞു പോയാൽ പിന്നെ ഭരണം ലഭിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞിങ്ങോട്ടേക്ക് നോക്കാറില്ല എന്നൊരു ആക്ഷേപം ജനങ്ങൾ ഉന്നയിക്കാറുണ്ട്. അപ്പോൾ യാത്ര തുടങ്ങുന്ന ഒരു കേന്ദ്രം മാത്രമായി കാസർഗോട്ടെ ഈ അതിർത്തി ഗ്രാമം മാറുന്നു എന്നതാണ് അവരുടെ പ്രധാനമായ പരാതി. ഇത് ശരിക്കും ഇങ്ങനെയാണ് നമുക്ക് ജനങ്ങളോട് ചോദിച്ചു നോക്കാം അല്ലേ, ഇവിടുത്തെ കാസർഗോഡുകാർ എന്താണ് പറയുന്നത് നോക്കാം. ചില ആൾക്കാർക്ക് നല്ലത് അഭിപ്രായമാണ്, കുറേ ആൾക്കാർ വരികയാണ്, കച്ചവടം നടക്കും, അങ്ങനെ കുറച്ച് അറ്റൻഷൻ ആ സമയത്തെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു അഭിപ്രായമൊക്കെ ഉണ്ടാവും. എന്നാലും കാസർഗോഡുകാർ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു നമുക്ക് നോക്കാം. കാസർഗോഡ് നിന്നുള്ള എല്ലാ ജാഥകളൊക്കെ ആരംഭിക്കുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഒരു ആവേശമൊക്കെ ഉണ്ടോ ജാഥകളെ കാണുമ്പോൾ? അല്ല, ജാഥേനെ കാണുമ്പോൾ ആവേശമുണ്ട്. പക്ഷേ എന്നുണ്ടെങ്കിൽ നമുക്ക് നാടിൻ്റെ വികസനമാണ് ഏറ്റവും മുഖ്യം. അത് എവിടെ നിന്ന് തുടങ്ങിയായിരുന്നാലും ഏത് നാട്ടിൽ നിന്ന് തുടങ്ങിയായിരുന്നാലും പ്രത്യേകിച്ച് കേരളത്തിൽ വിദ്യാസമ്പന്നരാണ്, വിദ്യാഭ്യാസമുണ്ട്. അതുപോലെ തന്നെ തൊഴിൽ സാധ്യത വളരെ കുറവാണ്. കാസർഗോഡ് ഈ ജാഥകളൊക്കെ വരുന്നുണ്ട്, ശ്രദ്ധ ഉണ്ടാവും, വികസനം ഉണ്ടാവും. കാരണം എന്താണെങ്കിൽ ആ വികസനത്തിന് വേണ്ടിയിട്ടാണല്ലോ ഓരോ ഭാഗത്തു നിന്നെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. ഇലക്ഷൻ വരുമ്പോഴല്ലേ ജാഥ വരുന്നത്, ആൾക്കാരെ കാണുന്നത്, മുഖ്യമന്ത്രിനെ MLA കാണുന്നത് ജാഥ വരുമ്പോഴല്ലേ കാണുന്നത്. അതിന് മുമ്പ് കാണലില്ല. ഇവിടെ ഏത് വന്നെങ്കിൽ വികസനം ഇല്ല. ഇവിടെ ഇതിലെ കണക്കാന്ന് എല്ലാ കൊല്ലവും വരുന്നുണ്ടല്ലോ ജാഥ, ഒരു ബുദ്ധിമുട്ടുമില്ല, നല്ല രീതിയിൽ വരുന്നുണ്ട് ജാഥ. ഇവിടെ എല്ലാം നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് കുറേ പ്രാവശ്യം ഇങ്ങനെ കുറേ ജാഥയെല്ലാം നടന്നിന്. പക്ഷെ വികസനം എന്ന് പറഞ്ഞാൽ ശരി പറഞ്ഞാൽ ഈ കുമ്പള ടൗണിൽ ഇപ്പോൾ അധിക പേഷ്യൻ്റ് ഉള്ളത് ഷുഗറിൻ്റെ. ഒന്ന് പെട്ടെന്നൊന്ന് ബസ് ഇറങ്ങിയിട്ട് ഒരു മൂത്രമൊഴിക്കണോ ടോയ്ലറ്റ് പോകണമെന്ന് പറഞ്ഞാൽ അതില്ല. അതിന് ചില പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഹോസ്പിറ്റലിലും ശരി, നമ്മളെ കേരളത്തിൽ നല്ലൊരു കിംസ് ഹോസ്പിറ്റലില്ല. ഇപ്പോൾ എല്ലാം ആശ്രയിച്ചിട്ട് പോകുന്ന കർണാടകത്തേക്ക്, അതും ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ അധികം എടുത്തപ്പോൾ ക്യാൻസർ, പ്രഷർ, ഷുഗറിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഡിസിനുടെ എല്ലാ പ്രൈവറ്റിലൊക്കെ തന്നെ പോകണം. ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്ന കാര്യമൊക്കെ നല്ലത്. പിന്നെ പക്ഷെ ഇങ്ങനെ വെച്ചിട്ട് ജനങ്ങൾ ഗുണമില്ലെങ്കിൽ ഇത് ഏത് പാർട്ടിക്കാർ എന്ത് ചോദിച്ചിട്ട് ഗുണമില്ല. ജാഥ അല്ല, നല്ലത് പറഞ്ഞെങ്കിൽ അങ്ങനല്ല. അതൊരു ഇനി പബ്ലിക്കിന് വേണ്ടിയിട്ട് പബ്ലിക്കാന്നല്ലേ അതിന് വേണ്ടിയിട്ട് ആക്കുക. പക്ഷെ ആർക്ക് ബുദ്ധിമുട്ടാകാൻ പാടില്ല എന്ന് പറയുന്നത്. ജാഥ ആക്കണം. ഇപ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവം ഇങ്ങനെ തന്നെ. ആർക്ക് ബുദ്ധിമുട്ടാകാൻ പാടില്ല. ഇപ്പോൾ വീക്കെൻഡിൽ ബസ്സിനാട്ട് ഇപ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ ബസ്സെല്ലാം ലേറ്റായിട്ട് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. എന്താ അതവിടെ ജാഥ വരുന്നുണ്ട്. വികസനം കൊടുത്തെങ്കിൽ തന്നെ ആൾക്കാർ കുറച്ചാണ് നല്ലത്, ബെസ്റ്റ്. ഒരു ഗവൺമെൻറ് വന്നെങ്കിൽ ഇങ്ങനെ നമുക്കൊരു വികസനം ഉണ്ടെങ്കിൽ നമുക്കും ഒരു ഇതാണ്. ഇപ്പോൾ മറ്റേ ദൂരുന്ന പറ്റുന്ന അങ്ങനെയല്ല, എല്ലാവരും വേണം. ഇപ്പോൾ ഓരോ എന്ത് പറഞ്ഞെങ്കിൽ ആൾക്കാരെ നോക്കണം. നമ്മളെ സ്വന്തം പാർട്ടി അത് ഇത് പറഞ്ഞിട്ട് അത് ഗുണമില്ല. ആൾക്കാർക്ക് ബുദ്ധിമുട്ട് പാടില്ല. ജാഥകളൊക്കെ നല്ലതാണോ ഇവിടെ? അത് എനക്കൊന്നും അറിയില്ല. ഞാനിത് എൻ്റെ പണിയെടുത്ത് ഞാൻ പോകുന്നത്. എനിക്കറിയുന്നു. കച്ചവടം കിട്ടുമോ ജാഥയൊക്കെ വരുമ്പോൾ? ഞാൻ ജാഥ നിൽക്കലൊന്നുമില്ല. കച്ചവടം ഉണ്ടാവില്ലേ? ആളുടെ കയ്യിൽ എനിക്കറിയില്ല. വന്ന് നോക്കിയിട്ടാണോ? ഞാൻ പരിപാടിക്കൊന്നും നിൽക്കലില്ല. ഞങ്ങൾ നല്ല അഭിപ്രായം കാരണം നല്ല ഒരു അഭിപ്രായം കാരണം ഞങ്ങൾ മുൻകൂട്ടി ചെയ്യുന്നതാണ്. പക്ഷേ അതിനുള്ള വേണ്ട പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ജാഥയാണ് ഞങ്ങൾ നടത്തുന്നത്. ഈ രാഷ്ട്രീയ നേതാക്കൾ വരും, മുഖ്യമന്ത്രി വരും, മറ്റു നേതാക്കളൊക്കെ വരുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു അറ്റൻഷൻ കാസർഗോഡിന് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. ഒരുപാട് അത് കിട്ടുന്നുണ്ട്. അതിനെപ്പറ്റി യാതൊരു കുഴപ്പമൊന്നുമില്ല. വികസന കാര്യങ്ങളൊക്കെ എൻ്റെ കൂടെ വരുന്നുണ്ട്. നല്ലപോലെ വരുന്നുണ്ട്. വികസന കാര്യങ്ങൾ വരുന്നുണ്ട്. റോഡൊക്കെ നല്ല പൂർത്തിയായിട്ട് വരുന്നുണ്ട്, നല്ല സെറ്റായിട്ട് വരുന്നുണ്ട്. പിന്നെ ഹൈവേ, നാഷണൽ ഹൈവേ എല്ലാം ഒരുപാട് നല്ല സെറ്റായിട്ട് വരുന്നുണ്ടല്ലോ. ഗുണമുണ്ട്. പിന്നെ പക്ഷേ ഒരു കാര്യം മാത്രം ഞാൻ പറയാനുള്ളത്, നമ്മളെ ട്രോളിൻ്റെതാണ്, ആലിക്കാടി ട്രോളിൻ്റെതാണ്. അത്
കോടതി പാസ്സാകുന്ന അതിന് മുമ്പ് പക്ഷേ അതിന് ടോൾ വാങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ള ശക്തമായ നടപടി ഞങ്ങൾ എടുക്കുന്നുണ്ട്. കേരളം ഇപ്പം മൊത്തം ആകെയല്ല നല്ല വികസനത്തെ പോകുന്നതല്ല. ഈ കാസർഗോഡ് ജില്ല തന്നെ ഏറ്റവും നല്ല വികസനമാണ്. ഈ പിണറായി 1-ഉം 2-ഉം സർക്കാരും നാട്ടുകാർക്കായിട്ട് ഒരു നല്ല ഒരു ഇതാണ്. ഈ ആൾക്കാരൊക്കെ ഇവിടെ വരുന്നത് മുഖ്യമന്ത്രിയൊക്കെ വരുന്നത് നല്ലത് തന്നെയാണല്ലേ? നല്ലത് തന്നെയാണ്, നല്ലത്. മെഡിക്കൽ കോളേജിൽ എന്തോ പ്രശ്നങ്ങൾ, വികസന പ്രശ്നങ്ങളൊക്കെ ഇല്ല, അതൊക്കെ ശ്രദ്ധിക്കണ്ടേ കുറച്ചുകൂടി അല്ലേ? അത് സാധാരണ അങ്ങനെ ഇതൊന്നുമില്ലല്ലോ. ഇപ്പം അവിടെ മെഡിക്കൽ കോളേജുകാർക്ക് താത്കാലികം നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ. ഇപ്പം 2ാമത് പിണറായി സർക്കാർ വന്നിട്ടല്ല അത് തുടങ്ങിയത്. ഇവിടെ തുടങ്ങുന്ന ഇവിടെ നിന്നാണ്. വികസനങ്ങൾ ഭയങ്കര മുരടിപ്പാണ് ഇവിടെ, പറയൽ മാത്രം. ഇവിടെ ഇപ്പോൾ അതിവേഗ റെയിൽവേ വരുന്നുണ്ട്, കണ്ണൂർ വരെ മാത്രമാണ്. കാസർഗോട്ടേക്കൊന്നുമില്ല, മഞ്ചേശ്വരത്തേക്കൊന്നുമില്ല. ഇപ്പോൾ ടോളിൻ്റെ കാര്യങ്ങൾ തന്നെ എടുത്താൽ രാഷ്ട്രീയക്കാർ കേരളം മൊത്തം നോക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അനുകൂലമില്ല. കാസർഗോഡ് ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ ഒരു സംസ്ഥാനത്തിൻ്റെ ഭാഗമല്ലേ, നമ്മളെ നികുതിയും കൂടി കൂട്ടിയിട്ടല്ലേ ഇതെല്ലാം നടക്കുന്നുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് കാസർഗോഡ് മഞ്ചേശ്വരത്തിനെ പരിഗണിക്കണമെന്ന് നമ്മളോട് പറയാനുള്ളത്.